ഹലോ അമ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ വെച്ചിട്ടുള്ള ഒരു മാന്തളും മാങ്ങയും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അതിനായി മാന്തളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാന്തളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നീട് അതിലേക്ക് ഒരു മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ ഒരു മാങ്ങയാണ് എടുക്കുന്നത്. അത് വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായി കുറച്ച് മുഴുവൻ മല്ലിയും പറമുളകും ചേർത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. മുളക് മല്ലിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. പിന്നീട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മാന്തളിൽ ഉപ്പുള്ളത് കാരണം കുറച്ച് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മുറി തേങ്ങ ചിരകിയെടുക്കുന്നുണ്ട്. തേങ്ങയെല്ലാം ചിരകി വെച്ചതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. മല്ലിയും മുളകും തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫൈനായി അരച്ചെടുക്കുന്നുണ്ട്. പിന്നീട് അത് മാങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് വെറുതെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള അതിൻ്റെ അരപ്പ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കുറവായത് തോന്നിയതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് പിന്നീട് വെട്ടിത്തിളച്ച് വരുമ്പോൾ മാന്തൾ വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അമ്മാസ് വ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അതിലേക്കൊരു വറുത്തിടുന്നതിന് വേണ്ടി ഒരു വറവ് തയ്യാറാക്കാം. പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മാങ്ങയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ ഇപ്പോൾ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിയൊക്കെ റെഡിയായി. അതിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ള ഒരു മാന്തൾ മാങ്ങ കറിയാണ്.